നമസ്കാരം. ഇന്ന് മാംഗ്ലൂർ സ്പെഷ്യൽ ഗോളി ബജി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളകും അതോടൊപ്പം ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2.5 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർക്കുക. അതോടൊപ്പം 1.5 കപ്പ് തൈര് കൂടി കുറച്ചായി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ആവശ്യമെങ്കിൽ വെള്ളം കൂടി ചേർത്ത് ഇളക്കണം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം 2 മുതൽ 3 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇപ്പൊ 3 മണിക്കൂർ ആയിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം നമ്മുടെ മാവിൽ നിന്ന് കുറച്ചായി എടുത്ത് ബോളുകളാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. എണ്ണ ഒരുപാട് ചൂടായാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പുറം മൊരിഞ്ഞു പോവുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. ഒരു സൈഡ് മൊരിഞ്ഞാൽ തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി മുരിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഈ ഗോളി ബജി എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള മാവുകളും ചെറിയ ബോളുകളാക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗോളി ബജി എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇത് പുറമേ നല്ല ക്രിസ്പിയും അതേപോലെ ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള ഗോളി ബജിയാണ്. ഇത് നമുക്ക് ചമ്മന്തിക്കൊപ്പം സെർവ് ചെയ്യാം. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒപ്പം ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക.